പറയാന്. എന്നാ മകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആണോ അത്? കാത്തിരുന്നു കണ്ടു അതിന് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് എല്ലാരെയും കാണിച്ച്. അല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിന്. ആ എല്ലാരും കൊറേ ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തിക്ക് നല്ല രസമുണ്ട് വീഡിയോ. ഓളെ വായും ചെവിയൊക്കെ പോട്ടെ. അങ്ങനെ വീക്ക്ലി വീട്ടിലെത്തുന്നത് ഞാനിവിടെ എത്തിയിരിക്കുന്നു. എന്റെ മാതാജിയാണിത്. ഇതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ. ഇതെന്നാ അമ്മ എന്തുകൊണ്ടുണ്ടാക്കിയ? ആരാ ഉണ്ടാക്കിയേ? ഇന്നത്തെ വിശേഷം എന്തൊക്കെയാ? എന്തെങ്കിലും ഒരു കാര്യം പറയണെങ്കിൽ 1000. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്നാലും എന്തൊക്കെ ഉണ്ട്? പശുവിന്റെ എന്താ പറഞ്ഞേ? ഞാലേ അമ്മ കുളിക്കാത്തതിന് കാരണം പശു. ഇതാണ് എന്റെ ചാമറ. ഇതില് എന്റെ കൊറേ ആൾക്കാരുണ്ട്. ഇതെന്റെ ശ്രീജമ്മ, ഇതെന്റെ അമ്മ. അപ്പുറത്തിരിക്കുന്ന ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ദേവിയമ്മ. ഇതാണ് എന്റെ മേമ. മാമന്റെ പ്രശ്നം എന്റെ മുടിയിൽ ഞാൻ കുറച്ച് ചുവന്നല്ല ഒരു ബ്രൗൺ കളറ് ഞാൻ ചെയ്തിട്ടുണ്ടായേ. അമ്മാമ്മയ്ക്ക് അത് തീരെ പിടിച്ചിട്ടില്ല. ഞാൻ കുളിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. മൈലാഞ്ചി ഒന്നല്ല, കളർ അടിച്ചതോ. നല്ല ഭംഗിയില്ലേ? പക്ഷെ എത്ര ആൾക്കാർ പറഞ്ഞിരിക്കുന്നറിയോ നല്ല ഭംഗിയുണ്ടെന്ന്. ഫ്രണ്ടാന്നേ ഇപ്പത്തെ ഫ്രീക്ക്. നല്ല മുടിയായിരുന്നു. മുടി എന്താ ഇത്ര? 80 എത്ര വയസ്സായി? നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്കൊരു 10-75 വയസ്സില്ല. 75 ഒന്നല്ലേ, 80 ഒക്കെ വയസ്സുണ്ടാവും. പക്ഷെ ഇപ്പൊ നോക്ക് മുടി നോക്ക്. പക്ഷെ മുടി കണ്ട ഇപ്പോഴും. ഞാൻ ചത്തൊക്കെ പോകും വയസ്സ് പറഞ്ഞാല്. ഇല്ല നിങ്ങള് ജപ്പാൻകാരെ പോലെ. ജപ്പാൻകാർ ഒരുപാട് കാലം ജീവിക്കും. അതേപോലെ അമ്മ ഇപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പണിയെടുത്തോട് നിൽക്കുന്നുണ്ട്. ഇനി എത്ര കാലം എന്റെ കുട്ടികളൊക്കെ കുളിപ്പിക്കാറുണ്ടല്ലോ. അമ്മാവ എപ്പോ പറയാനും പൊല്ലോ മില്ലോ. അമ്മാവക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മോളെ. എന്ത് ചെയ്യാനാ, അമ്മാവൻ അധിക കാലം കാണാനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായില്ലേ. എന്റെ അച്ഛന്റെ മൂത്ത പെങ്ങളായത്. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മുടി എന്താ ഇങ്ങനെ നരയ്ക്കാത്തത്? അതിന്റെ ഇതെന്താ? പ്രായം കുറവായതുകൊണ്ടായിരിക്കും. വീഡിയോ എടുക്കാൻ പോകുമ്പോ അമ്മ സാരി ഒക്കെ നേരെയൊക്കെ ഇരിക്കാറൊക്കെ തുടങ്ങി. ഞാൻ അങ്ങൊക്കെ കൊണ്ടുപോയി കാണിക്കും. നിങ്ങൾക്ക് ഫാൻസാന്നിപ്പോ. നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? നിങ്ങളെ പറ്റി ചോദിക്കാം. ഇപ്പൊ പണ്ടത്തെ ദേവിയൊന്നല്ല. അത് തന്നെ, ഇപ്പോഴും സുന്ദരിയാ. ഇപ്പൊ ഇത്ര സുന്ദരിയാണെ പണ്ട് എത്ര സുന്ദരി ആയിരിക്കൂലേ?
അമ്മാമ്മയ്ക്ക് ഒരുപാട് പാട്ട് അറിയാം. നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റെങ്കിൽ പാട്ട് പാടും. പാട്ട് പാടാൻ പറ്റെങ്കിൽ പാട്ട് പാടും. 10 വരെ എണ്ണോ. 1 2 3 പാട്ട് പാട്. ഒരു പാട്ടങ്ങ് പാടിയോട്. പ്രേക്ഷകർ ഇവിടെ വെയിറ്റിംഗിലാണ് അമ്മാമ്മയുടെ പാട്ടിന് വേണ്ടി. ഇതെന്താ ചലച്ചിത്ര ഗാനം പാടാണ്. നിങ്ങൾ പാടുന്നുണ്ടേ പാടിക്കാം. ഒരു പാട്ട് 4 വരി. ഒരു മുത്തപ്പന്റെ പാട്ട് പാടിക്കോ. മുത്തപ്പന്റെ പാട്. വേം പാട് സമയമില്ല. ബുക്കൊന്നുമില്ല. വേഗം പാടിയോട്. എനിക്ക് സമയമില്ല. ഞാൻ കുളിക്കാൻ പോന്നാന്നേ. അമ്മാവയ്ക്ക് വേണ്ടത് സ്നേഹാണ്. എന്താ ചോറും കറിയൊന്നും വേണ്ട, സ്നേഹാണ് പോലും വേണ്ടത്. നേരെ സത്യം പറയാ. ഞാനൊന്ന് രാവിലെ വിളിച്ചു നോക്കി പിന്നെ ഞാൻ പറഞ്ഞ എന്തായാലും പയ്യെ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ പറഞ്ഞാ പുറപ്പെടില്ല. സാരി നോക്കിയിട്ടും കാണുന്നില്ല. എന്തല്ലോ കളി കളിക്കുക ഞാനിപ്പോ. വേറെ കഥ പറയുമ്പോ എന്തെങ്കിലും മരുദോർച്ചാലെത്തി പോയത്. മരുദോർച്ചാലല്ലേ അമ്മേനെ വീട്. അമ്മേനെ ആലോചിച്ചതാ. അങ്ങനെ കഥ പറഞ്ഞതാ. എനിക്ക് സമാധാനമായി. എന്തൊക്കെ ഞാൻ കേക്കണം. ഒരു പണിയുമില്ല. എന്നെ കളിയാക്കുന്ന കൊറേ എണ്ണം അമ്മ. ഇതിൽ നല്ല ആവി പറക്കുന്ന ചോറില് കറിയും ഇങ്ങനെ കുറച്ച് ഉപ്പേരിയും കുറച്ച് മീനും. ഈ മീൻ ഇന്നലത്തെ മീനാണ്. ഇത് ശരിക്കും മോനൂട്ടനെ കാണിക്കണം അല്ലേ നമ്മളെ ഫുഡൊക്കെ. പല്ലില്ലാത്ത സുന്ദരി. ഇതെന്താ ഇങ്ങനെ കഴിക്കുന്ന? ഇത്തിരി മതി ചോറ്. ഇത് രാവിലത്തെ അല്ലേ? ചോറെന്താ തിന്നാത്ത്? നമുക്ക് ഇന്ന് കൂരാച്ചുണ്ടിൽ ഒരു പരിപാടിയുണ്ട്. വൃദ്ധസദനത്തിൽ പരിപാടിയാ. മുഖം ഒന്നും മറക്കണ്ട. നിങ്ങളെ മുഖം എല്ലാരും കണ്ടതാ. അന്നേരം നിങ്ങൾ അങ്ങോട്ട് ആക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ ആടെ ആക്കട്ടെ, വൃദ്ധസദനത്തിലാക്കട്ടെ നിങ്ങളാ. എന്ത് മക്കളുണ്ട്? അതേന മക്കള് പറഞ്ഞിട്ട് ആക്കുന്നേ. ഞങ്ങൾക്ക് ഇന്ന് വൃദ്ധസദനത്തിൽ ഒരു പരിപാടി ഉണ്ട്. അന്നേരം ഞാൻ വിചാരിച്ച അമ്മാമ്മേനെയും കൂട്ടാളെ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ടാവില്ലേ. അയാള് പറഞ്ഞു അമ്മാമ്മേനെ അവിടെ ആക്കുന്നുണ്ട്. അമ്മാമ്മ അവിടെ ആക്കട്ടെ. ആടെ ആകുമ്പോ നിങ്ങക്ക് വിഷമം ഒന്നും ഉണ്ടാവില്ല. അന്ന് കൊറേ ആൾക്കാർ ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട്. ഞങ്ങൾ അമ്മാമ്മേനെ കുട്ടീനെയും കൂട്ടി ഞങ്ങൾ അമ്മാമ്മേനെ കുട്ടിക്ക. എല്ലാരും വിചാരിക്കുന്ന അമ്മാമ്മേനെ ഞാളിവിടെ ആക്കാൻ വേണ്ടി വന്നാതാ. ഞാളിവിടെ ആക്കട്ടെ. നിങ്ങക്ക് എന്തിന്റെ കുറവാ ഞാള് തന്നത്? മക്കളോടൊക്കെ പറഞ്ഞ് ഞാനോട്ട് കൊണ്ടാക്കി. ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോൾ പൊതുവെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഏത് സാഹചര്യത്തിലാണ് മക്കൾ ഇങ്ങനെ ഈ അമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നത് എന്ന്. ഇവിടെ ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കഥ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരുന്നു. അതായത് ഇവിടെയുള്ള അമ്മമാർ, അതായത് വയസ്സായ അമ്മമാർ ഒക്കേഷനലി വീട്ടിൽ പോകും. അതായത് കൊല്ലത്തിൽ 1 or 2 മാക്സിമം പോയ 1 ആയിരിക്കും. അതായത് ചിലപ്പോൾ ക്രിസ്മസിനായിരിക്കാം, ഓണത്തിനായിരിക്കാം. അങ്ങനെ ആദ്യം വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്ന ദിവസം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ അവർ വന്ന് കൂട്ടും, അല്ലെങ്കിൽ അവിടെ കൊണ്ടാക്കും. അങ്ങനെ ഒരു ഓണത്തിന്
ഈ അമ്മമാരിൽ ഒരാളെ ഇവരെന്ത് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വീടിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ വിളിച്ചു, വീട്ടിലുള്ള ആൾക്കാരെ, മക്കളെ വിളിച്ചു. അപ്പോൾ മക്കൾ പറയാണ് ഇവിടെ കയറ്റാൻ പറ്റൂല, എന്തായാലും നിങ്ങൾ തിരിച്ചു പോയിക്കോ, എന്തായാലും ഇവിടെ നോക്കാൻ ആരുമില്ല, ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഈ അമ്മ അത്രയും ആഗ്രഹിച്ച് മക്കളെ കാണാം, പേരക്കുട്ടീനെ കാണാമെന്നുള്ള രീതിയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ലാസ്റ്റ് അവർ കയറ്റാണ്ട് തിരിച്ചു വരുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്ന നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാർക്ക് ഇതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും ശരിക്കും. സ്നേഹം ഞാൻ വീഡിയോ എടുക്കാം. എന്തോ ഇതൊരു സാധനം ഇത് പാണ് ഒറ്റ കിടക്കുന്ന വീഡിയോ എടുക്കുന്ന ഞങ്ങൾ എല്ലാരും ഇന്ന് ഒരുമിച്ച കിടക്കാൻ പോകുന്നത്. മേശാന്റെ ഉള്ളില് രണ്ടാൾക്കാരുണ്ട്. അമ്മാമ ഫോട്ടോന്ന് ഫെയിലിയറാക്കിയെന്ന് വീഡിയോ കണ്ടിച്ചെന്തോന്ന് ഇവിടെ ഫോണിലിട്ടല്ലേ ഞാൻ ഇങ്ങനെ പുല്ല് പറിക്കുന്ന മിനിയും ചാടുന്നേ, എന്നിട്ട് ഇവിടെ വെച്ചത്. ഇതിപ്പോ ഗൾഫിലെത്തും ഖത്തറിൽ. അതാ ഞാൻ പറഞ്ഞേ. എന്ത് ചെയ്യാനാ? ഇതൊക്കെ പിന്നെ ഓർമ്മയല്ലേ നമുക്ക് പിന്നെ നോക്കാണെങ്കില്